അവൻ്റെ അനിയനാണ് ഞാൻ, എൻ്റെ ചേട്ടനവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പോഴാടാ നീ ഒരു നായകനായത്. പക്ഷെ നല്ല നടൻ ഇപ്പോഴും അപ്പം തന്നെയാ. ഇതേതാ സിനിമ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ പടത്തിൽ കണ്ടിട്ടുള്ള ഡയലോഗ്, അതായത് നല്ല നടൻ അപ്പനാണെന്ന് ഡയലോഗ് ഉണ്ടല്ലോ, ജയറാം പറയുന്ന ആ ഒരു ഡയലോഗ് വളരെ എന്താ പറയുക, വളരെ ആപ്റ്റായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ ഈ വീഡിയോയ്ക്ക് ഇതിന് മുന്നേ ഞാൻ റിയാക്ട് ചെയ്താണ്. ഇവരുടെ ഈ ഒരു പിന്നെ എക്സ്പ്ലനേഷൻ വന്ന സമയത്ത് എനിക്കൊന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തതിന് ശേഷം ശരിയാണ് നമ്മുടെ കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും, പക്ഷേ ആ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞാൽ നമുക്ക് അവർ സിറ്റുവേഷൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ ഈ വീഡിയോ കണ്ട ഒരുവിധം എല്ലാവരും ഈ ഇവരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. പ്രവീണിനെയും മൃദുലേനെയും തള്ളി പറഞ്ഞു. അവരുടെ സബ്സ്ക്രൈബർ കൗണ്ട് കുറഞ്ഞു. 4.18 മില്യനോ 7 മില്യണിന്ന് 4.14 മില്യൺ വരെ അവരുടെ സബ്സ്ക്രൈബർ കൗണ്ട് കുറഞ്ഞു. ഈ പ്രണവിൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം 3 ലക്ഷത്തോളം പേര് ഓടിക്കേറിയ സിറ്റുവേഷനൊക്കെ ഉണ്ടായി. അത് സ്വാഭാവികമായിട്ടും ഇവരുടെ അഭിനയം കാണുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോയി. ഇവരുടെ അഭിനയമല്ല, ഇവരുടെ വീഡിയോ കണ്ട സമയത്ത്. പക്ഷേ അഭിനയമാണെന്ന് എന്താ പറയുക, ആരൊക്കെങ്കിലും ചിന്തിച്ചോ അഭിനയമാണെന്നുള്ളത്? നമ്മൾ അല്ല, അഭിനയം ആയിരിക്കാം ചിലപ്പോൾ, ഒരു പക്ഷേ നമ്മൾ ആ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു, നമുക്കറിയില്ല. പക്ഷേ ഇത്രയും ഭയങ്കരമായിട്ട് റീസൺ എന്താ അറിയോ? ഇപ്പോൾ ഒരു മിനിറ്റ്, ഞാനൊരു വീഡിയോൻ്റെ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യുന്നു. അതിൽ വോളിയം, ഒരു പാട്ടിൻ്റെ വോളിയം ഉള്ളത് കൊണ്ട് ഞാനത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ക്ലിപ്പ് ശരിയാണ്, റിയൽ ലൈഫും ഡിഫറെൻ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്രത്തോളം ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും ഇവരുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഒരാളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ഈ അച്ഛനും ഈ മകളും തമ്മിലുള്ള ഒരുപാട് റീലുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആ കല്യാണം ഇതൊക്കെ അഭിനയിക്കാൻ വേണ്ടി, റീലിന് വേണ്ടി ചിത്രീകരിച്ചാണെന്നുള്ളത് പൊന്നു സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിച്ചില്ല. ഏതായാലും ഇയാളാണ് നമ്മുടെ ബെസ്റ്റ് ആക്ടർ അവാർഡിനുള്ള അംഗീകാരം. ഇന്നിപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്ന വീഡിയോ ആണല്ലോ ഇവരുടെ എക്സ്പ്ലനേഷൻ. ഇന്നിപ്പോൾ നോക്കുമ്പോൾ പ്രണവ് കൊച്ചുവിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാണ്. ഓക്കെ, ആ കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറഞ്ഞ ഒറ്റ സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ: അക്ഷരം തെറ്റാതെ വിളിക്കാം അമ്മ എന്ന് ബെസ്റ്റ് ആക്ട്രസ്. ഓക്കെ, ഇതാണ് മെയിൻ കമൻറ്റ്. ഇതിൽ 1-2 കമൻറ്റ്സ് കൂടി ഞാൻ പറയാം. കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ അഭിനയം മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. കാണുമ്പോൾ വെറുത്തു പോകുന്നു ഈ കുടുംബത്തെ. അമ്മയുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായി. പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ്. ഈ കുടിയൻ കൊച്ചുമോനെ കെട്ടാനിരിക്കുന്ന കുട്ടി ഈ കമൻറ്റ് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് കുറച്ച് ലക്ക് ദൈവം തന്നു മോളെ. ഈ കുടിയനെ ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കൂ. അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് ഇതിൽ വന്നു. ഓക്കെ, വയലൻസ് അഗെയിൻസ്റ്റ് എ പ്രഗ്നൻറ്റ് വുമൻ മസ്റ്റ് ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ദീസ് ആക്ടേഴ്സ്. ഓക്കെ, ഇതാണ് ഇവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഈ കമൻറ്റ് ബോക്സ് വരുന്നത് ഓഫാണ്. അപ്പോൾ കമൻറ്റ്സും കാര്യങ്ങളും നോക്കാൻ പറ്റില്ല. അതിന് മുന്നെയാണ് ഞാൻ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി എനിക്കൊന്ന് കേൾക്കണം, നമുക്കിതൊന്നും കൂടി റിയാക്ട് ചെയ്യണം തോന്നി. കാരണം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പിന്നെ അച്ഛനും അമ്മയും മകനും കൂടി അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് അതൊന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് ചെയ്തതാണ് നല്ലതല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ പറഞ്ഞാൽ അവന് പ്രശ്നമുണ്ട്, അവന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാടാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? യഥാർത്ഥത്തിലുള്ള സംഭവം ആണെങ്കിലല്ലേ മോനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഇത് കണ്ട സ്വാഭാവികമായിട്ട് ആരും വിശ്വസിച്ചു പോകില്ലേ? ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ആ മൃദുല അവിടെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അവരുടെ ആ പച്ച ചുരിദാർ അങ്ങനെ കാണിക്കുന്നിട്ടുള്ള ആ പുറത്തുനിന്ന് കാണിച്ച ഇവരൊന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന ആ വീഡിയോ, ആ വോയിസ് മാത്രം കേൾക്കുന്ന ആ വീഡിയോ, പ്ലസ് അവർ ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തിട്ടുള്ള ഈ 2 സംഗതിയും കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് എല്ലാവരും വിശ്വസിച്ചിട്ട്. അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ വിളിച്ച് ഇവർ വന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരാളും വിശ്വസിക്കില്ല. സീരിയസ്ലി നിങ്ങളും വിശ്വസിക്കില്ല, ഞാനും വിശ്വസിക്കില്ല. അപ്പോഴും നമ്മൾ ചിന്തിക്കും എന്തെങ്കിലുമൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരിക്കും എന്നുള്ളത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ എൻ്റെ അടുത്ത് ചെയ്തതൊന്നും ശരിയല്ല.
പക്ഷെ ഞാൻ വിടും, എല്ലാം ഞാൻ മറക്കും. ദേവി ഇത് വെറുതെ വിടുക. എനിക്ക് അയ്യോ അവതാരിയാണ് അവൻ മറക്കുന്നു. അവനത് കേരള പോലീസ് കാണാതിരിക്കുമോ? പീഡനം പരിപാടിയും കാര്യങ്ങളൊക്കെ ഇത്രയധികം സംഗതികൾ ചെയ്തിട്ട് ആ തന്തപ്പുടറൊക്കെ സൈഡിലുള്ള ഇരുത്തം കണ്ടിട്ട് ഇയാളെയൊക്കെ ഞാൻ നമ്മൾ അയ്യോ എത്ര നല്ലൊരു അച്ഛനല്ലേ എന്ന് കണ്ടിട്ട് ഈ വീഡിയോ തന്നെ പറഞ്ഞു. യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനോ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് സമാധാനം തരാം. ദേവി എനിക്ക് അത്ര മാത്രം മതി. ഇവരെ കണ്ണീരും കരുതിയൊന്നും കാണാൻ ഒക്കത്തില്ല. നീ കാണുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഇതിനുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും എല്ലാരും മുമ്പില് അമ്മായിയമ്മ എന്റെ അമ്മ അങ്ങനെയല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം. ശരിയാണ്, നിന്റെ അമ്മ അങ്ങനെയല്ല, നിനക്കെല്ലാം ബോധ്യമുണ്ട്. പക്ഷേ ഇതിനുള്ളൊരു എക്സ്പ്ലനേഷൻ പ്രവീൺ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ആ അമ്മയും അച്ഛനും എങ്ങനെയാണ് ഈ മക്കളെ കണ്ടിരുന്നത് എന്നുള്ളത്, രണ്ടുപേരെയും കണ്ടിരുന്നത് എന്നുള്ളത്. ഇതേ ഒരു മുഖഭാവത്തോടു കൂടി തന്നെയല്ല ഞാൻ ഈ വീഡിയോ ആദ്യം റിയാക്ട് ചെയ്ത് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ചു. നമ്മളെ എന്ത് വിശ്വസിക്കണം എന്നറിയാത്ത സിറ്റുവേഷനിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇവരിപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് ഓടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേസുള്ളത് ഇതിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊണ്ടുവരുമോ എന്നുള്ളത് അറിയില്ല. ഇനി അവരുടെ ഭാഗത്ത് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരും. കാരണം വെച്ചാൽ ഒരുപാട് വോയിസ് അവരിട്ടിട്ട് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പ്രവീണിൻ്റെ വീഡിയോയിൽ കണ്ടു. ഇതിൽ എന്തെങ്കിലും സംഗതികൾ അവരായിട്ട് പിന്നെ ഇതിൽ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഒരു ഇത്രയും നേരമായി, ഇപ്പൊ മണി 4 ഒരു കഴിക്കാൻ പറ്റുന്നില്ല. അവരെന്തിനാ അത് പറഞ്ഞത്? അവന്റെ അടുത്ത് പറഞ്ഞത് നീ ഇങ്ങനെ പറയില്ല, അത് തെറ്റാണ്. അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ നിന്ന് പിന്നെ താമസം മാറി പോണോന്നോ അവൻ വാടക വീട്ടിൽ പോണോന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ അതാരും പറഞ്ഞില്ല, അടിച്ച് പുറത്താക്കിയിട്ടുള്ളൂ. അഡ്രസ് കൊടുക്കരുത്, നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ് കൊടുക്കരുതെന്ന് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല. അത് അവന്റെ വീടാണിത്. ഇത് ഇവന്റെ വീടല്ലേ? ഇവൻ ഇവിടെ ഒന്ന് താമസിക്കേണ്ട എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ഈ വീടിന്റെ ആവശ്യം എന്താ? ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി പറഞ്ഞാൽ ഒരു കുഞ്ഞു വീടവിടെ എടുക്കുന്നുണ്ട്. അതിന്റെ ബാക്കി അത് എനിക്ക് ചേട്ടാ റീൽസിലെ പെർഫോമൻസ് നിങ്ങൾ കണ്ടോന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ കണ്ടറിയും. ഈ റീൽസിലൊക്കെ ഈ അച്ഛൻ്റെ ഈ തന്തപ്പുടറ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ചിന്തിക്കില്ല കേട്ടോ ഇയാളുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു കലാകാരൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത്, ഇത്രയും വലിയൊരു അഭിനേതാവ് ഇയാളുടെ ഉള്ളിലുണ്ടെന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മുടെ കേസും അതെ. എന്നെ ഞെട്ടിച്ച് മറ്റേ ദൃശ്യ സിനിമയെ പറഞ്ഞ മാതിരി എന്നെ ഞെട്ടിച്ചത് ആ ഇളയ കുട്ടിയാണ് അറിയില്ലേ, അതേമാതിരി എന്നെ ഞെട്ടിച്ച് ഇയാളാട്ടോ. സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ ഒരുപാട് കമൻസ് കണ്ടു. നമ്മളും ആ രീതി ചിന്തിച്ചു കേട്ടോ. എനിക്ക് ഒക്കെ താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ വീടാ? നിങ്ങൾക്ക് ആവശ്യമില്ലെന്നേ. അതെ, ഈ കോലത്തിലാണെന്നുണ്ടെങ്കിൽ കേസ് എടുത്താൽ ഇത്രയും വലിയ വീടൊന്നും വേണ്ടി വരില്ല കേട്ടോ. നിങ്ങൾക്ക് താമസിക്കാൻ മറ്റേ സർക്കാർ വക പിന്നെ കമ്പിട്ട സാധനം അവിടെ റെഡി ആയിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീനെ ഈ ഒരു രീതിയിൽ ഉപദ്രവിച്ച സിറ്റുവേഷനിൽ ഡൊമസ്റ്റിക് വയലൻസിൽ നിങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ താമസിക്കാൻ വീട് ഇവിടെ വേണ്ടിയില്ല. സർക്കാർ വകയായിട്ട് നല്ല ഫ്രീ ആയിട്ട് താമസിക്കാം എല്ലാവർക്കും. സന്തോഷം. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത്. ഞങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ. ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഗതികേടാ. ഇവർക്ക് വേണ്ടിയിട്ടാ, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാ. ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം. ആൾക്കാരെ മുമ്പിൽ തല കുനിച്ച് നടക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എന്റെ കുടുംബകാര്യം വന്നിരുന്ന ഒരു ചർച്ചയാക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇവർ കട്ട് ചെയ്തിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ ആദ്യം കണ്ട സമയത്ത് ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്നെ തെറി പറയണ്ട, നിങ്ങളെ സ്ഥിതി തന്നെയായിരുന്നു. കമൻറ്റ് എഴുതുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. ഞാൻ കണ്ടത് തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഞാൻ ഇവരെ പൊക്കി പറയല്ല, ഇവരെ കുറ്റപ്പെടുത്താത്ത രീതിയിൽ സംസാരിച്ചതിൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെ എല്ലാവരും ഇവർ കണ്ടില്ലേ കൊച്ചുവാണ് ഏറ്റവും സൂപ്പർ എന്നിട്ട്. നമ്മുടെ അവസ്ഥ തന്നെയാണ്. മറ്റേ പുലിവാൽ കല്യാണത്തിന് ജഗതി മോതിരം കൊണ്ട് നടക്കുന്ന അവസ്ഥയാണ്. കാരണം മോതിരം ഊരിയിട്ട് നേരെ ഒരാൾക്ക് കൊണ്ടിട്ട് കൊടുക്കും, അത് കഴിഞ്ഞ് വേറെ തിരിച്ച് പ്രവീണിൻ്റെ കൈമിട്ട് കൊടുക്കും. അപ്പം പ്രണവ് വീഡിയോ ഇടുമ്പോൾ വീണ്ടും പ്രണവിൻ്റെ കൈമ കൊണ്ടിട്ട് കൊടുക്കും. ഈ ഒരു അവസ്ഥയിലാണ് നമ്മളും പോയിരുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയാതിരിക്കാൻ പറ്റത്തില്ല, പറയാതിരിക്കാൻ കഴിയില്ല. അവന് ചാനല് വേണമെങ്കിൽ അവൻ കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനത് കൊടുത്തതുമാണ്, അവൻ കൊണ്ടുപോ.
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ശരിക്ക് പ്രവീണിനെതിരെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്തത്. കാരണം വെച്ചാൽ ആൾക്കാരുടെ മനസ്സിൽ കംപ്ലീറ്റ് ഈ ചാനലാണ് കിടക്കുന്നത്. അപ്പോൾ ചാനലിന് വേണ്ടിയിട്ട് മൃദുല ആ വീട്ടിൽ വന്ന് കയറി മൃദുല കളിച്ച കളിയാണ് എന്നുള്ള കണ്ടീഷനിലാണ് ഇത് കംപ്ലീറ്റ് പുറത്തു വന്നിട്ടുള്ളത്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് നെഗറ്റീവായിട്ട് അവർക്ക് വളരെ മോശമായിട്ട് വരാനുള്ള റീസൺ ഇവൻ്റെ ഈ ഡയലോഗാണ്. കാരണം കേട്ട സമയത്ത് നമ്മളെല്ലാവരും തന്നെ ചിന്തിച്ചു, ചാനലാണ് വിഷയമെങ്കിൽ അവൻ കൊണ്ടുപോയിക്കോട്ടെ, ഇത്രയും നല്ലൊരു ഇത്രയും നല്ലൊരു അനിയനെ കിട്ടാൻ ഭാഗ്യം ചെയ്ത ചേട്ടനും ചേട്ടത്തിയമ്മ എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ. പിന്നെ എന്തിനാണ് ഞങ്ങളെ കരിവേരി തേക്കുന്നത്? അവന് ഇവിടെ ഒന്ന് താമസിക്കാം, ഇവിടുന്ന് ആരും നീ ഇറങ്ങി പോടേ എന്ന് ഇവിടുന്ന് ആരും പറയത്തില്ല. ഒരിക്കലും അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടുന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ ചമ്മ പറയേണ്ട കാര്യമില്ല. അവന്റെ അച്ഛൻ കേട്ടു ഞങ്ങളൊക്കെ കേട്ടു, ആ വീഡിയോ ഞങ്ങൾ കേട്ടു. എന്താണ് നിങ്ങൾ പറഞ്ഞതെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള സബ് ടൈറ്റിൽസ് ഓൺ ചെയ്ത് വെച്ചാൽ മതി. സബ് ടൈറ്റിൽസ് ക്യാപ്ഷൻസ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ തന്തപ്പൊടി വിളിച്ച തെറിയും കാര്യങ്ങളൊക്കെ കുറേ സ്ഥലത്ത് മ്യൂട്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു മരുമകളോടൊക്കെ പറയാൻ പറ്റുന്ന തെറിയാണോ ഈ മനുഷ്യൻ വിളിച്ചിട്ടുള്ളത്? പച്ച തെറിയാണോ അവർ രണ്ടാളെയും വിളിച്ചിട്ടുള്ളത്? ഉണ്ടാക്കിയത് അവനും കൂടെ താമസിക്കാനാ. അവർക്ക് രണ്ടുപേർക്കും ഉള്ളതാ ഇത്. താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട്. അവിടെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, അവൻ്റെ ഒരു ശ്വാസം വിടലുണ്ട്, ശ്വാസം വിടല്. അതാണ് അഭിനയ സിംഗങ്ങളാണ്. ഒരു മിനിറ്റ് കാണിച്ചു തരാം. അവർക്ക് രണ്ടുപേർക്കും ഉള്ളതാ ഇത്. എന്താണത്? ഒന്നും കൂടി കാണാം, ഒന്നും കൂടിട്ടോ. അവർക്ക് രണ്ടുപേർക്കും ഉള്ളതാ ഇത്. ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് വാടകയ്ക്ക് പോകണം, അവർക്ക് റെന്റ് ഹൗസിൽ പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് പൊക്കൂടെ. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോണത്? നിങ്ങൾ ഈ വീഡിയോ അടിയിൽ വന്നിട്ട് എന്താ കമന്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഇനി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എനിക്ക് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. വിവരമില്ലാത്തരം പൊട്ടത്തരൊന്നും. ഇനി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. വളരെ എന്താ പറയുക, ഭാവാത്മകമായ വാക്കുകൾ പറയാനുണ്ട്. ചെന്നിട്ടും അവൻ പറഞ്ഞില്ല. അവളെ വാറിലോട്ട് ഇറക്കുന്ന സമയത്തും ഞാൻ അവിടെ നിൽപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ പോട്ടെ, കുറച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യാം. കാര്യമായിട്ട് എനിക്ക് കേൾക്കേണ്ടത് നമ്മുടെ പിതാശ്രീയുടെ അഭിനയ മുഹൂർത്തങ്ങളാണ്. കുഞ്ഞിനെ പറയില്ല അവ വന്നിട്ടാ ഇങ്ങനെ, അതൊന്നും അല്ല. അത് സമയത്തിന്റെ ആയിരിക്കാം. ചിലപ്പോ ഒരേ സമയത്ത് ഒരേ വരും. പാവൻ കുഞ്ഞു എന്തിനു ചെയ്തത്? ഒരിക്കലും കുഞ്ഞു വന്നിട്ടോ അതൊന്നും അല്ല. ഇത്രയും ഒരു ചടയമംഗലത്ത് പോകണമെങ്കിൽ പോലും ഇവിടെ ഉള്ളവർക്ക് അറിയാം അവ ഒറ്റയ്ക്ക് പോകത്തില്ല. ഇവര് രണ്ടുപേരും കൂടെ പോകത്തുള്ളൂ. ഇതൊക്കെയാണ് കാര്യങ്ങള്. നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അറിയാലോ, കുടുംബമാണ്. എനിക്ക് പറയുന്നതിനൊക്കെ പരിമിതികളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന് ഇതാണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു മറുപടി. എല്ലാവർക്കും വലുത് കുടുംബം തന്നെയാണ്. എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. എല്ലാം ഒന്നിക്കരുത് എന്നുള്ള ആഗ്രഹമാണ്. എല്ലാവരും ഒരുമിച്ച് പോകണം. അത് തന്നെയാണ് നമ്മൾ ഇതൊരിക്കലും നമ്മൾ പിരിഞ്ഞു പോകണമെന്ന് ചിന്തിച്ചിട്ട് കൂടിയില്ല. ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മക്കളെ തെറ്റുകളൊക്കെ നമ്മളത് സഹിക്കും. നമ്മള് ഒരുപാട് കഷ്ടതയിൽ നിന്ന് വന്നവരാ. ഒരിക്കലും ഞങ്ങള് പോയ കഷ്ടപ്പാടിൽ ഒരിക്കലും ജീവിക്കില്ലെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അതിനുവേണ്ടി ഞാനും അവളും പിന്നെ മക്കൾക്ക് വേണ്ടിയാ ജീവിച്ചതെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ സുഖം നോക്കി ഞങ്ങൾ ജീവിച്ചിട്ടില്ല. അത്രയൊക്കെ പറയുള്ളൂ. ബെസ്റ്റ് ആക്ടർ അഭിനയ സിംഗങ്ങൾ. ഇത് ഞാൻ എന്തുകൊണ്ട് രണ്ടാമത് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്തറിയോ? ഫസ്റ്റ് ഞാൻ പോലും നിങ്ങളും എല്ലാവരും ഇവരുടെ ഈ ഫസ്റ്റ് വീഡിയോ കണ്ട സമയത്ത് ഇവരുടെ ഭാഗം നിന്നു. നിങ്ങളും നിന്നു. ഇനി അതൊന്നും പറയണ്ട. അതിൻ്റെ അടിയിൽ വന്ന കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ നിങ്ങളും നിന്നു. എല്ലാവരും ഇവരുടെ ഭാഗം നിന്ന്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരിക്കലും ആ സ്ത്രീനെ മൃദുലേനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർക്ക് പൊങ്കാല കിട്ടുന്നു എന്ന് പറഞ്ഞു എന്നല്ലാതെ അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആ മഹാഭാവം നമ്മൾ ചെയ്തില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് അത് പറഞ്ഞില്ല. ബാക്കി ഇവന്മാരുടെ അഭിനയം കണ്ട സമയത്ത് ഇവരാണ് ഏറ്റവും വലിയ ടീം. പക്ഷേ ഇവർ ഇത്രയും വലിയ തകർത്ത് അഭിനയിക്കും എന്നുള്ളത് അറിഞ്ഞില്ല കേട്ടോ. സീരിയസ്ലി അതുകൊണ്ടാണ് ഈ ഒരൊറ്റ വീഡിയോ വീണ്ടും ജസ്റ്റ് ഒന്ന് നമ്മൾ റിയാക്ഷനല്ല, ആ വീഡിയോ ഒന്നും കൂടി കണ്ട സമയത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ പറയണം തോന്നിയത് കേട്ടോ.